നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ മത്തങ്ങ കറിയായിട്ടാണ്. അപ്പോൾ അത് പയറും പരിപ്പും ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1/4 കിലോ മത്തങ്ങ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു 8 ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതും ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇനി ഈ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അതിന് നമുക്ക് ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിനകത്ത് വേറെ ഉള്ളി ജീരകം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, അത് തിളച്ചൊന്ന് വറ്റട്ടെ. അപ്പോൾ മത്തനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതാ തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാകാൻ വേണ്ടിയാണത്. എല്ലാം ഒന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് അരച്ച് വെച്ച അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ജാറൊന്ന് കഴുകി ബാക്കിയുള്ള അരപ്പും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം മാത്രം വെള്ളം ഒഴിച്ച് ആ ജാറ് കഴുകിയെടുത്താൽ മതി. വെള്ളം ഒട്ടും കൂടി പോകരുത്, കറി വല്ലാണ്ട് ലൂസായി പോകരുത് കേട്ടോ. ഇനി ഇതിനകത്ത് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒട്ടും കറി തിളച്ച് പോകരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അല്പം നേരം കൂടി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് പതഞ്ഞിങ്ങനെ വരും. അപ്പോൾ കറിയുടെ ഭംഗി തന്നെ പോകും, ടേസ്റ്റും കുറയും. അപ്പോൾ അതുകൊണ്ട് തിളയ്ക്കാൻ അനുവദിക്കരുത് കറി. ഇനി നമുക്കിതൊന്ന് താളിച്ച് ചേർക്കാനുണ്ട്. അതിന് ഞാൻ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചുവന്നുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ഉള്ളി മാത്രം മതി. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 2 ഉണക്കമുളകും കൂടെ പൊട്ടിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നല്ല ടേസ്റ്റി മത്തൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.